ഇനി നമ്മൾ ഡബിൾ ഇന്റഗ്രലിന്റെ ഒരു പ്രോബ്ലം നോക്കാൻ പോകുന്നത്. യൂസ് ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള y is equal to x square by 2. അപ്പോൾ y is equal to x square by 2 എന്ന് പറയുന്നത് x square എപ്പോഴും പോസിറ്റീവ് ആയ കാരണം y-യുടെ വാല്യൂ ആണ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു പരാബോളയാണ് y is equal to x square by 2 എന്ന് പറയുന്നത്. ആൻഡ് ദ ലൈൻ y is equal to 2x. അപ്പോൾ y is equal to 2x ഈ ലൈനാണ് വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പരാബോളയുടെയും ഈ ലൈനിന്റെയും ഇടയിലുള്ള ഈ പെർട്ടിക്കുലർ പോർഷന്റെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീറ്റിംഗ് പോയിന്റ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ ബൈ വാല്യൂ സെയിം ആയിരിക്കും. അതായത് 2x എക്സ് സ്ക്വയർ ബൈ 2 സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ 2x is equal to എക്സ് സ്ക്വയർ ബൈ 2 ഇത് രണ്ടും y ആണ്. അപ്പൊ നമ്മൾ ഈ പോർഷൻ മാത്രം എടുത്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് 2 കളയാനായിട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു 0. ആ ബൈ 2 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും 0 വരും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക ഇൻറ്റു ഇവിടെ 4 ഇവിടെ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 4 ആവാം. എക്സ് ഇസ് ഈക്വൽ ടു 4 ഇതാണ് എക്സിന്റെ വാല്യൂസ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതിലെങ്കിലും ഒന്നുകിൽ y ഇസ് ഈക്വൽ ടു 2x അല്ലെങ്കിൽ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് y വാല്യൂസ് വരും. എക്സിന് 0 കൊടുക്കും, y ഇസ് ഈക്വൽ ടു 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 0 0 വരും. അപ്പോൾ എക്സ് 0 ആവുന്ന സമയത്ത് വൈയും 0 ആണ് വരുന്നത്. അതേപോലെ എക്സ് 4 ആവുന്ന സമയത്ത് y ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 8 ആണ് അടുത്ത പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. അതാണ് നമ്മളുടെ മീറ്റിംഗ് പോയിന്റ്സ് 0 0യും 4 8ഉം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് എക്സിനും വൈക്കും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേരിയബിളിന് കോൺസ്റ്റന്റ് ലിമിറ്റ്സും ഒരു വേരിയബിളിന് നമ്മൾ വേരിയബിൾ ലിമിറ്റ്സും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ അതായത് എക്സ് ഈ മോഡിൽ വേരിയേഷൻ വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4 വരെയാണ് നമുക്ക് വേരിയേഷൻ വരുന്നത്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം 0 ടു 4 ആണ് വരുന്നത്. അതേപോലെ തന്നെ വൈയുടെ വേരിയേഷൻ കിട്ടാനായിട്ട് നമ്മൾ വേരിയബിൾ ലിമിറ്റ്സ് കിട്ടാനായിട്ട് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. എന്നിട്ട് അതിന്റെ ലോവർ പാർട്ട് ടച്ച് ചെയ്യുന്നത് ഇവിടെ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2ലാണ്. അപ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് നമുക്ക് വരുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അതേപോലെ തന്നെ സ്ട്രിപ്പിന്റെ അപ്പർ പാർട്ട് ടച്ച് ചെയ്യുന്നത് ഈ ലൈനിലാണ്. ആ ലൈനിൽ വൈയുടെ എക്സ്പ്രഷൻ വരുന്നത് y ഇസ് ഈക്വൽ ടു 2x ആണ്. ഇതാണ് നമ്മുടെ ലിമിറ്റ്സ് വരുന്നത്. പിന്നെ ഏരിയയുടെ ഫോർമുല വരുന്നത് ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ dx dy ആണ് നമുക്ക് ഫോർമുല വരുന്നത്. അപ്പൊ നമുക്ക് എക്സിന്റെ നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇന്റഗ്രൽ 0 ടു 4. വൈയുടെ ലിമിറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്റഗ്രൽ ഫ്രം എക്സ് സ്ക്വയർ ബൈ 2 ടു 2x ആണ്. ഇത് വൈയുടെ ലിമിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് dy ആദ്യം ചെയ്യാം. വേരിയബിൾ ലിമിറ്റ്സ് ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വെച്ചിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ 0 ടു 4. പിന്നെ ഡിവൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y ആണ് കിട്ടുന്നത്. വൈയുടെ ലിമിറ്റ്സ് ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ ബൈ 2 അപ്പർ ലിമിറ്റ് 2x എന്നിട്ട് dx നമുക്ക് വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 0 ടു 4. വൈക്ക് അപ്പർ ലിമിറ്റ് 2x കൊടുത്തു, ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ ബൈ 2 കൊടുത്തു, dx. ഇപ്പൊ നമുക്ക് എക്സ് മാത്രം വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് വരുന്നത്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 തന്നെയാണ് വരിക. അപ്പൊ 2 ക്യാൻസൽ ആവും, നമുക്ക് എക്സ് സ്ക്വയർ മാത്രമായിരിക്കും. മൈനസ് ഇവിടെ എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ആണ് വരുന്നത്. അപ്പൊ ബൈ 3 ഇൻറ്റു 2 വരുമ്പോൾ 6 വരും. അപ്പൊ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6 വരും. ഫ്രം ലിമിറ്റ്സ് വരുന്നത് 0 ടു 4 ആണ്. 0 ടു 4 ലോവർ ലിമിറ്റ് 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവും. അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ
64 divided by 6. This is equal to നമ്മൾ 6 into 16 ചെയ്യുന്ന സമയത്ത് 96 minus 64 divided by 6, which is equal to 32 divided by 6, which is equal to 16 divided by 3 ആണ് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.